ആശകളായിരം ഈ സിനിമ റിലീസ് ചെയ്ത് ഇന്നലെ ഇത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് 2 സിനിമ കണ്ടു. ഒന്ന് ആശകളായിരം, ആശാൻ. ആദ്യം ആശകളായിരത്തിന്റെ റിവ്യൂ പറയാം, ഒരു ഫുൾ റിവ്യൂ. ജയറാമിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എനിക്ക് ജയറാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം ഒരു നൈസ് പടമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഗംഭീര. ഇപ്പം വീണ്ടും ചില വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരാണോ, മേലെപ്പറമ്പിൽ ആൺവീടോ, ഇതുപോലുള്ള പടങ്ങളൊന്നും വെച്ച് കമ്പയർ ചെയ്യുകയൊന്നും ചെയ്യാതെ ജയറാമിൻ്റെ ഒരു പടം പോയി കണ്ടാൽ നിരാശ ആകത്തില്ല. അസാധാരണ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും നൈസായിട്ട് നമ്മളില്ലേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നൈസ് പടം. ആ രീതിയിൽ കാണാവുന്ന ഒരു പടമാണ് ജയറാമിൻ്റെ ഈ ആശകളായിരം. അതിനകത്ത് പെർഫോമൻസ് ആണെങ്കിൽ ജയറാം ഓക്കെയാണ്, ആശിശരത്തൊക്കെയാണ്. ഷെറഫുദ്ദീൻ നല്ല കിഡിലനായെന്ന് പറയുന്നത്. ഷെറഫ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഷെറഫുദ്ദീൻ വരുന്നത് മുതൽ നല്ല കുറച്ചുകൂടെ ഒരു ആ സിനിമയ്ക്ക് ഒരു എന്ന് പറഞ്ഞില്ലേ ഒരു കയറ്റം അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ കുറേ റെഫറൻസ് ഉണ്ട്. ചില റെഫറൻസുകൾ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു, കാരണം ആവശ്യമില്ലാത്ത കുറേ റെഫറൻസ് ഉണ്ട്. ചില റെഫറൻസുകൾ നന്നായിട്ടുണ്ട്. പഴയ കാലത്തെ ചില റെഫറൻസുകളൊക്കെ ജയറാമിൻ്റെ പടത്തിൽ തന്നെ റെഫറൻസുകളൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇമോഷണലി കുറേയൊക്കെ കണക്റ്റ് ആകുന്നുണ്ട്, കുറേയൊക്കെ കണക്റ്റ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ഒരു അത്യുഗ്ര സിനിമയാകാതിരുന്നത്. പക്ഷേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ലതാണ്. ആശാചരത്തിൻ്റെ പെർഫോമൻസ് എല്ലാമാണ്. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കാളിദാസ് ജയറാം സുന്ദരനാണ്, കാണാൻ നല്ല മിടുക്കനാണ് പയ്യൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സൗണ്ടിലും ഒന്നും ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അത് ഒരു പോരായ്മയായിരിക്കാം. ചിലപ്പം എനിക്ക് ഫീൽ ചെയ്തതായിരിക്കാം. എന്തായാലും എനിക്ക് കാളിദാസ് ജയറാം ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. കാളിദാസ് ജയറാമിന് വരെ വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിൽ ഗംഭീരമായിരുന്നതിന് എനിക്ക് തോന്നി. പക്ഷെ ഓവറോൾ മൊത്തത്തിൽ ഈ സിനിമ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പാകത്തിൽ ഒരു മോശം സിനിമയെന്ന് പറയാൻ പറ്റത്തില്ല. ഓസ്ലറിന് ശേഷം ജയറാം അഭിനയിക്കുന്ന സിനിമയാണ്. ഓസ്ലർ ഹിറ്റായിരുന്നു സിനിമ. അതുപോലൊരു ഹിറ്റ് സ്റ്റാറ്റസ് ഒക്കെ നേടാൻ പാകത്തിലുള്ള സിനിമയാണ്. ഇനീഷ്യലൊന്നും വലിയ പുള്ളിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും OTT വന്നാലും ആൾക്കാർ നൈസ് പടം എന്ന് പറയാൻ ചാൻസ് ഉള്ള ഒരു പടമാണ് ആശകൾ ആയിരം.